ഇന്ന് ഒത്തിരി സ്പെഷ്യലായിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ. ഒരു കുഞ്ഞ് ടോട്ട് ബാഗ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് ഇതുപോലത്തെ ക്ലോത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല കുറച്ച് സ്റ്റിഫായി നിൽക്കുന്ന ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുതിയത് നമ്മളിതായത് ഈ ഷേപ്പിലൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. വെട്ടിലും മുറിക്കലൊക്കെ ആയിട്ട് അതാണ്ട് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ മുറിച്ചെടുത്തു കേട്ടോ. കുറേ വീഡിയോസ് അവൈലബിൾ ആണ് ടോട്ട് ബാഗ് ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിലൊരു വീഡിയോ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ നാളായിട്ട് അങ്ങനെ വിചാരിക്കുന്നു, ഒരു ബാഗ് ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ആർക്കാന്നല്ലേ. അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലേ. നിങ്ങളെല്ലാവരും ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും കമൻറ്റ് എഴുതുന്ന ചെറിയൊരു പിശുക്കുണ്ടല്ലേ. അപ്പോൾ കമൻറ്റ്സ് എഴുതിയിട്ട് ഇതുപോലെ വീഡിയോസൊക്കെ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് ഓരോ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന അത്രയും പ്രിയപ്പെട്ട ഒരു ചേച്ചിയാണ് കേട്ടോ പ്രേമ ചേച്ചി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷേ അവർ താമസിക്കുന്നത് തമിഴ്നാടുവിലാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് ഇതുപോലെ വരാറുണ്ട്, അപ്പോൾ തറവാട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നോക്കിയിട്ട് കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഒരു ബാഗ് ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് ചെയ്യണം. എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പുറമേ നിന്ന് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇതുപോലെ ഒരെണ്ണം ക്രാഫ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് കൊടുക്കുകയല്ലേ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതുപോലെ ഒരു ഐഡിയയിലേക്ക് വന്നത്. അപ്പോൾ ഏറ്റവും കുറച്ചും കൂടി നല്ല ആപ്റ്റായിട്ട് തോന്നിയത് ഒരു ബാഗ് ഉണ്ടാക്കി കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ ഒരു ബാഗ് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേ വേണ്ടൂ. ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതിൻ്റെ ആ എൽ ഷേപ്പ് കുറച്ചധികം വലുതായി പോയി. അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ആ ബാഗിന് ഉണ്ടായിരുന്നു. എന്നാലും വലിയ തരക്കേടില്ല, അത് നല്ല സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യത്തെ പ്രാവശ്യമായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബാഗ് ഉണ്ടാക്കി നോക്കുന്നത്. അതും അത്രയും പ്രിയപ്പെട്ട പ്രേമിച്ചിക്ക് കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ ക്യാൻവാസൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് മറച്ചെടുക്കണം. ഒരു ഭാഗത്ത് ചെറിയൊരു ഓട്ടയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ നമ്മളിത് മറച്ചെടുക്കുന്നത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. വീട്ടിൽ അച്ഛൻ തയ്ക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പൈപ്പിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് മറയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളിലെ ക്യാൻവാസൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഒട്ടിപ്പിടിച്ചിട്ട് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ബാഗ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു ചെറിയ ലുക്കും കൂടി മാറ്റി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ചെറിയൊരു ബോ കൂടി ഇതിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൂചിയിൽ നൂല് കോർക്കാനുള്ള ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നു സ്കൂളിൽ. അതിലൊക്കെ നല്ല നമ്പർ 1 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കോർക്കാൻ കുറച്ചൊരു പാടുണ്ട്. എന്നാലും ഞാൻ കോർത്തെടുത്തിട്ട് തുന്നി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് ചെയ്താലോ. അപ്പോൾ പ്രേമ ചേച്ചിനെ കാണണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ പ്രേമ ചേച്ചി. അപ്പോൾ ഒരുപാട് സന്തോഷമായി, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.